നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ പോലീസ് ആക്ട്, അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട്, ഇന്ത്യൻ പീനൽ കോഡ്, അതുപോലെ തന്നെ പോക്സോയിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ശല്യമുണ്ടാക്കൽ, ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. എന്താണ്? ശല്യമുണ്ടാക്കൽ, ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? കേരള പോലീസ് ആക്ടിലെ 120ാമത്തെ സെക്ഷനാണ് കേട്ടോ. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ എത്രയാണ്? 120 എന്ത് പറയുന്നത്? നമ്മുടെ ശല്യമുണ്ടാക്കൽ, ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ 120 എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തു നിന്നും ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിക്ക് കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് ഏത് സെക്ഷനകത്ത് ആ സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്തെന്നാണ് ചോദ്യം. 10 മുതൽ 20 വർഷം വരെ പിഴയും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തു നിന്നും ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിക്ക് കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിക്ക് കച്ചവടം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന NDPS സെക്ഷൻ എന്തെന്നാണ് ചോദ്യം. എന്താണ്? NDPSൻ്റെ സെക്ഷൻ എന്തെന്നാണ് ചോദ്യം. ഇത് പറയുന്നത് സെക്ഷൻ 24 നമ്മൾ നേരത്തെ പറഞ്ഞു 10 വർഷം മുതൽ 20 വർഷം വരെ തടവും അതേപോലെ തന്നെ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഈ ഒരു കുറ്റം എന്ന് പറയുന്നത്. എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തു നിന്നും ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിക്ക് കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 മുതൽ 20 വർഷം വരെ തടവും അതുപോലെ തന്നെ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന NDPSൻ്റെ സെക്ഷനാണ് NDPSൻ്റെ സെക്ഷൻ 24 എന്ന് അറിഞ്ഞിരിക്കുക. NDPSനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഗർഭഛിദ്ര നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ചോദ്യം. എന്താണ്? ഇന്ത്യയിൽ ഗർഭഛിദ്ര നിരോധന നിയമം, നമ്മുടെ അബോർഷനെ കുറിച്ചുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗർഭഛിദ്ര നിരോധന നിയമം നിലവിൽ വന്നത് 1971. അപ്പോൾ ഇന്ത്യയിൽ ഗർഭഛിദ്ര നിരോധന നിയമം വന്നത് എപ്പോഴാണ്? 1971 ഇന്ത്യയിലെ ഗർഭഛിദ്ര നിരോധന നിയമം നിലവിൽ വന്നതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, പോക്സോയ്ക്ക് മുൻപ് ഇന്ത്യയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശക്തമായ നിയമമായിരുന്നു ഗോവ ചിൽഡ്രൻസ് ആക്ട്. ഇത് നിലവിൽ വന്ന വർഷം ഏതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ പോക്സോ നിലവിൽ വരുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള നിയമമായിരുന്നു എന്ത്? ഗോവ ചിൽഡ്രൻസ് ആക്ട്. ഇത് നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 2003 അറിഞ്ഞിരിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോക്സോ നിലവിൽ വന്ന വർഷം ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തിയ ശേഷം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പോക്സോയെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ നമ്മുടെ പ്ലേലിസ്റ്റിനകത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ പോക്സോയ്ക്ക് മുൻപ്, അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? പോക്സോയ്ക്ക് മുൻപ് ഇന്ത്യയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശക്തമായ നിയമമായിരുന്നു ഗോവ ചിൽഡ്രൻസ് ആക്ട്. ഇത് നിലവിൽ വന്ന വർഷമാണ് 2003 എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം മറക്കരുത്. നമ്മുടെ പോക്സോ നിലവിൽ വന്ന വർഷം ഏതെന്ന് കണ്ടെത്തുക. ശേഷം എന്ത് ചെയ്യുക? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. പോക്സോ ആക്ടിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എന്താണ്? പോക്സോയിൽ നമ്മുടെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് എത്ര മുതൽ എത്ര വരെയാണ്? 3 മുതൽ 12 വരെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പോക്സോ ആക്ടിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനുകൾ ഏതൊക്കെയാണ്? 3 മുതൽ 12ാമത്തെ സെക്ഷൻ വരെയാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്. എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്?
2000-ലാണ് കേട്ടോ. അപ്പോൾ 2000-ലാണ് എന്ത് വരുന്നത്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വരുന്ന വർഷമാണ് 2000 എന്ന് അറിഞ്ഞിരിക്കുക. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എപ്പോഴാണ്? 2000-ലാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. പോക്സോയിലെ വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. എന്താണ്? പോക്സോ വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? സെക്ഷൻ 22 അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പോക്സോ ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ നമ്മൾ പോക്സോ കള്ളക്കേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 22 അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പോക്സോ നിയമം സെക്ഷൻ 22 പ്രകാരം വ്യാജ നിയമം നൽകുന്നതിനുള്ള ശിക്ഷ എന്തെന്നാണ് ചോദ്യം. വ്യാജ നിയമം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് വെച്ചാൽ കുട്ടിക്ക് ശിക്ഷ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 22 അനുസരിച്ച് വ്യാജ വാർത്ത അല്ലെങ്കിൽ വ്യാജ പരാതി നൽകുന്ന വ്യക്തി എന്ന് പറയുന്നത് പോക്സോ നിയമം അനുസരിച്ച് വ്യാജ പരാതി നൽകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ലഭിക്കത്തില്ല? ഒരു ശിക്ഷയും നൽകാൻ പാടില്ല എന്നാണ് പറയുന്നത്. പോക്സോ നിയമപ്രകാരം സെക്ഷൻ 22 വ്യാജ വിവരം നൽകുന്നത് ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഒരുമിച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ്? പോക്സോ നിയമപ്രകാരം സെക്ഷൻ 22 വ്യാജ വിവരം നൽകുന്നത് ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ എന്ത് ലഭിക്കും? 1 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കും. എന്നാൽ ഈ വ്യാജ വാർത്ത നൽകുന്നത് അല്ലെങ്കിൽ വ്യാജ പരാതി നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ലഭിക്കത്തില്ല? ശിക്ഷ ലഭിക്കത്തില്ലെന്നാണ് നമ്മുടെ പോക്സോയിലെ സെക്ഷൻ 22 പറയുന്നത്. വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ സെക്ഷൻ 66A സുപ്രീം കോടതി നീക്കം ചെയ്ത ദിനം എന്നതാണ് ചോദ്യം. എന്താണ്? നമ്മുടെ വിവരസാങ്കേതിക വിദ്യാ നിയമം നമ്മുടെ IT ആക്ടിലെ സെക്ഷൻ 66A എന്താണ്? 66A സുപ്രീം കോടതി നീക്കം ചെയ്ത ദിവസം എന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 2015 മാർച്ച് 24-ലാണ്. 2015 മാർച്ച് 24-ലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ IT ആക്ടിലെ സെക്ഷൻ 66A എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതി നീക്കം ചെയ്യുന്നത്. IT ആക്ടിലെ സെക്ഷൻ 66A സുപ്രീം കോടതി നീക്കം ചെയ്തത് എപ്പോഴാണ്? നമ്മുടെ 2015 മാർച്ച് 24-നാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ വിവരാവകാശ നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത വർഷം ഏതെന്നാണ് ചോദ്യം. എന്താണ്? ഇന്ത്യൻ വിവരാവകാശ നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 2005 ജൂൺ 21-ആണ്. 2005 ജൂൺ 21-നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ വിവരാവകാശ നിയമം എവിടെ പബ്ലിഷ് ചെയ്യുന്നത്? ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് 2005 ജൂൺ 21-നാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചൈൽഡ് പ്രോണോഗ്രാഫിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IT ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. എന്താണ്? ചൈൽഡ് പ്രോണോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള IT ആക്ടിലെ സെക്ഷൻ എന്ന് പറയുന്നത് IT ആക്ട് സെക്ഷൻ 67B ആണ്. അപ്പോൾ 67B എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചൈൽഡ് പ്രോണോഗ്രാഫിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IT ആക്ടിലെ സെക്ഷനാണ്. IT ആക്ടിലെ സെക്ഷൻ 67B. ചൈൽഡ് പ്രോണോഗ്രാഫിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 67B ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ P ഹണ്ട്. എന്താണ്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ P ഹണ്ട്. ഓപ്പറേഷൻ P ഹണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 8. എന്താണ് ചോദ്യം? പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 8 സെക്ഷൻ 8-ലാണ് എന്ത് ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനിലെ ജനങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 8 അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തി കുറ്റവാളികളെ യഥാവിധിയിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്ന പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട്. ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമാനുസരണം അന്വേഷണം നടത്തിയ ശേഷം കുറ്റവാളികളെ യഥാവിധിയിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്നത് പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ. ഇങ്ങനെ പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. അത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 4H ആണെന്ന് അറിഞ്ഞിരിക്കുക. 4H ആണെന്ന് അറിഞ്ഞിരിക്കുക. 4Hലാണ് എന്ത് പറയുന്നത്? കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തണം, മാത്രമല്ല കുറ്റവാളികളെ യഥാവിധിയിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും വേണമെന്ന് പറയുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 4H ആണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് ഏതിലാണ്? കേരള പോലീസ് ആക്ട് സെക്ഷൻ 8 നമ്മൾ പറഞ്ഞു.
അടുത്ത ചോദ്യം, ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്ന പോലീസിൻ്റെ ചുമതലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചോദ്യം? ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്ന പോലീസിൻ്റെ ചുമതലയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് ഏത്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 4P. അപ്പോൾ 4Pയിലാണ് എന്ത് പറയുന്നത്? ജനങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം വരുത്തുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് 4P. ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്ന പോലീസിൻ്റെ ചുമതലയെക്കുറിച്ച് പറയുന്നതാണ് 4P. ഓക്കെ, അടുത്ത് പറയുന്നത് അതിന് മുന്നേ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? 4H എന്തായിരുന്നു? കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തുകയും യഥാവിധിയിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണമെന്ന് പറയുന്നതാണ് 4H. എന്നാൽ 4P എന്താണ്? ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് 4P. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. നിഷ്പക്ഷമായി നിയമം നടപ്പിലാക്കുക എന്ന പോലീസിൻ്റെ ചുമതലയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? എന്താണ് ചോദ്യം? നിഷ്പക്ഷമായി നിയമം നടപ്പിലാക്കുക എന്ന പോലീസിൻ്റെ ചുമതലയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 4A ആണ്. നിഷ്പക്ഷമായി നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്നത് 4A ആണ്. എന്നാൽ എന്താണ് 4P എന്ന് പറയുന്നത്? ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. 4A എന്ന് പറയുന്നത് നിഷ്പക്ഷമായി നിയമം നടപ്പിലാക്കുക. 4P എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. 4H എന്ന് പറയുന്നത് എന്താണ്? കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് 4Hനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇനിയും ക്ലാസ്സുകൾ വേണമെങ്കിൽ അറിയിക്കുക. അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം, പോക്സോ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷത്തിന് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇനിയും ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയ ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.